കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വികസിത രാജ്യങ്ങൾക്ക് സമാനമാണെന്ന് UNDP വരെ വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളോ? ആശുപത്രികളുടെ നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങളിലും അതീവ ജാഗ്രത പുലർത്തിയ MP-യാണ് ശ്രീ ശശി തരൂർ. ക്യാൻസർ ചികിത്സാരംഗത്തെ അഭിമാനമായ തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ കുട്ടികളുടെ തീവ്ര പരിചരണ വിഭാഗം MP ഫണ്ടിൽ നിന്നും ആരംഭിക്കുകയും RCC ദേശീയ നിലവാരത്തിൽ ഉയർത്തുന്നതിനായി 120 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുവദിപ്പിച്ചു. റീജിയണൽ ക്യാൻസർ സെന്ററിൽ അവിടെ നമുക്കറിയാം, ദക്ഷിണ ഭാരതത്തിൻ്റെ പല ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ക്യാൻസർ ചികിത്സിക്കാൻ. അതിന് ഒരു ഇമ്പോർട്ടൻസ് കൂട്ടാനും അതിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ചും കൂടി കൂടുതൽ സഹായം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 120 കോടി അനുവദിക്കാൻ സാധിച്ചു. പ്രധാനമന്ത്രിയുടെ സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതിയിൽ 6 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്ക് കെട്ടിടം ഉൾപ്പെടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 179 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി. പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപയ്ക്ക് SAT ആശുപത്രിയിൽ രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലക്ഷ്യമാക്കി SAT റീസസിറ്റേറ്റർ യൂണിറ്റ് സ്ഥാപിക്കുകയും ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു. നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 179 കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ വർഷം ചെയ്തത്. ഈ ആസ്പത്രി ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് മുമ്പിൽ ചികിത്സിക്കാൻ സാധിക്കാത്ത ചില രോഗങ്ങൾ ഇപ്പോൾ നമുക്ക് എക്സ്പേർട്സ് വെച്ചിട്ട് ചികിത്സിക്കാൻ സാധിക്കും. 10 കോടി കേന്ദ്ര ഫണ്ട് നേടി നിർമ്മാണം പൂർത്തിയാക്കിയ കേന്ദ്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തെ ആയുർവേദ ചികിത്സാരംഗത്ത് പുതിയൊരു നാഴികക്കല്ലാണ്. നമ്മുടെ പൂജപ്പുരയിൽ ഒരു ആയുർവേദിക് റിസർച്ച് സെൻ്റർ ഉണ്ട്. ആയുർവേദിയും സിദ്ധയും ഉള്ള ടെക്നിക്സിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജനങ്ങളെ ചികിത്സിക്കാൻ ആ സെൻറ്ററിലും 10 കോടിയുടെ പുതിയ ഒരു ബിൽഡിംഗ് കെട്ടാനുള്ള സഹായവും അതിനുള്ള എല്ലാ കേന്ദ്ര ഇൻവോൾവ്മെൻറ്റും കൊണ്ടുവരാൻ സാധിച്ചു. MP ഫണ്ടിൽ നിന്നും കാഞ്ഞിരംകുളം, പൊഴിയൂർ, ശാന്തിവിള, പൂജപ്പുര തുടങ്ങി ഗ്രാമീണ മേഖലയിൽ ആശുപത്രിക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും മെഡിക്കൽ കോളേജ് മുതൽ PHC വരെയുള്ള സെന്ററുകളിൽ അത്യാധുനിക ഉപകരണങ്ങളും ലബോറട്ടറിയും സജ്ജീകരിക്കുന്നതിൽ അതീവ ശ്രദ്ധ ശ്രീ ശശി തരൂർ പുലർത്തിയിരുന്നു. പേരൂർക്കട ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ പണിയുന്നതിനായി MP ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി. കേന്ദ്ര പദ്ധതിയിൻ കീഴിൽ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുവാൻ ശ്രമം നടത്തി. കേന്ദ്ര സർക്കാർ പേരൂർക്കട ആശുപത്രിക്ക് വേണ്ടി 3 കോടി രൂപ അനുവദിച്ചു. അവശത അനുഭവിക്കുന്ന നിരവധി രോഗികൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 43.91 ലക്ഷം രൂപ വിതരണം ചെയ്യിപ്പിച്ചു.